അപ്പൊ നമുക്ക് ലാസ്റ്റിലൂടെ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. എല്ലാരും ഇങ്ങോട്ട് ചോദിച്ചത് GT ഇറക്കലുണ്ടോ ഇതന്നെ വേണമെന്നുള്ളത് ഇവിടെ മനസ്സിലാവും. അടിപൊളിയായിരുന്നു. ഇന്നൊരു പരിപാടി ഉണ്ട്, വേങ്ങര വെച്ചാണ് നടക്കുന്നത്. റേസ് വിത്ത് മൊഡ്യൂൾ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ് നമുക്ക് ഇന്ന് നടക്കാനുള്ളത്. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള പ്ലാനിൽ താമരശ്ശേരി പമ്പിൽ വെയിറ്റ് ചെയ്യാണ്. അതിൻ്റെയൊക്കെ സെറ്റാക്കി നിൽക്കുകയാണ്. നേരെ നമ്മൾ പെഡ്ലോക്കിലേക്കാണ് പോകുന്നത്. കാലിക്കറ്റ് പെഡ്ലോക്ക് പോയിട്ട് അവിടെ നിന്ന് ലൈനപ്പ് ആയിട്ട് എല്ലാവരും കൂടി വേങ്ങരയ്ക്ക് പോകാമെന്നാണ് പറഞ്ഞത്. ബാക്കിയുള്ള ടീം ഡയറക്റ്റ് വേങ്ങരയ്ക്ക് എത്തും. ഇപ്പോൾ താമരശ്ശേരിയാണുള്ളത്. സൽമാ വരാൻ വെയിറ്റ് ചെയ്യാണ്. ആശാനോട് ഞാൻ പറഞ്ഞതാണ് 5 മണിയാകുമ്പോൾ ഇവിടെ എത്തണമെന്ന്. 6 മണിക്ക് കോഴിക്കോട് പെഡ്ലോക്കിൽ നിന്ന് എല്ലാവരും കൂടി മീറ്റ് ചെയ്ത് അങ്ങോട്ട് പോകാനുള്ള പ്ലാനിലാണ്. അതിപ്പോൾ 5 മണിയാകുമ്പോൾ ഇവിടെ എത്തിയാലേ നമുക്കൊരു 6 മണിയാകുമ്പോഴേക്കും പെഡ്ലോക്കിൽ എത്തൂ എന്നുള്ളതുകൊണ്ട് ഞാൻ അവനോട് 5 മണി പറഞ്ഞതാണ്. ഇപ്പം 5:20 കഴിഞ്ഞ് ആശാനെ കാണില്ല. വിളിച്ചപ്പോൾ അവിടെ എത്തിയെന്നാണ് പറഞ്ഞത്. ഇപ്പം എത്തിയേക്കും. ഞാൻ എന്തായാലും പെട്രോൾ അടിച്ച് താമരശ്ശേരി HPന്റെ പമ്പിൽ വെയിറ്റ് ചെയ്യാണ്. പോയി നോക്കാം. പെഡ്ലോക്ക് പോയിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇങ്ങനെ അപ്ഡേറ്റ്. ബ്രോനോട് ചോദിക്കായിരുന്നു കാലിക്കറ്റ് കാണാൻ പോണേ, അങ്ങനെയാണ് ഇനി കൂടെ ഒന്ന് കൂട്ടുവന്നു. പക്ഷേ മൂപ്പരയിലും ഹെൽമെറ്റ് ഇല്ല, എക്സ്ട്രോക്ക് എൻ്റെ ഒരു ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞത് ക്യാമറയ്ക്കാണ് എനിക്ക് കൂട്ടാൻ യാതൊരു നിർവാഹമില്ല. മൂപ്പറിന് ഓക്കെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് മൂപ്പര് പോവുകയും ചെയ്തു. പണ്ടൊക്കെ അതിനെ കൂട്ടാൻ ഇപ്പം നടക്കില്ലല്ലോ. ഇനി പെട്ടെന്ന് അങ്ങോട്ട് എത്തണം. അരമണിക്കൂറിൻ്റെ ഉള്ളിൽ കാലിക്കറ്റ് എത്തണം. അതാണ് ടാസ്ക്. പിന്നെ റോഡൊന്നും വലിയ തിരക്കില്ല, ചാളിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് എത്താൻ കഴിയും തോന്നുന്നു. വേഗം ഇയറപ്പ് ചെയ്യട്ടെ. ഇപ്പം ഞങ്ങൾ കാലിക്കറ്റ് പെഡ്ലോക്കിൽ എത്താനായിട്ടുണ്ട്. ഞങ്ങളിതാ കാലിക്കറ്റ് എത്തി. പെഡ്ലോക്കിൻ്റെ ഫ്രണ്ടിൽ നേരെ വൈകുന്ന അടിച്ച് മിന്നിച്ച് പോകുന്നതാ. അടിച്ച് മിന്നിച്ച് പോയി ആ വഴി ഇങ്ങനെ അങ്ങോട്ട് പോയി. പിന്നെ അവിടെ പോയി കറങ്ങി പോകണം. അത്യാവശ്യം കുറേ ആൾക്കാരുണ്ട്, ആൾ വന്നിട്ടുണ്ട്. അപ്പം തന്നെ സൽമാനിക്കുന്ന പരിപാടിയിലാണ്. എന്താക്കാ നമ്മളിക്ക് സ്റ്റോറേജ് ഫുള്ളായി അത് ലെവലാക്കണം. 1 TB ആണ് ഫുള്ളായത്. 1 TB എൻ്റെ 1 TB ഫുള്ളായിട്ട് പുതിയ മെമ്മറി കാർഡിന് നോക്കുകയാണ്. ആശാൻ ഇപ്പോഴാണ് നോക്കുന്നത്. അതിലാണെങ്കിൽ ഒന്നും ഡിലീറ്റ് ചെയ്യാനില്ല. നമ്മളിപ്പോൾ 6 കാലമായിട്ടുണ്ട്. ഓരോരുത്തർ വരുന്നുണ്ട്. 6 കാലമായിട്ടുണ്ട്. 7 മണിക്കാണ് അവിടെ പരിപാടി പറഞ്ഞത്. വന്നിട്ടുണ്ട്. ബാക്കിയുള്ളവർ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്യാണ്. ഞാൾ വരാണ്ടെന്നാണ് പറഞ്ഞതിലേക്ക് തോന്നുന്നത്. എന്തായാലും അവിടെ എത്തിയിട്ട് ബാക്കി അപ്ഡേറ്റ്. ഇവിടെ പിന്നെ നമുക്ക് വയ്യേറ്റാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ പുതിയ റോഡാണ്. അതിനോണ്ട് നമ്മൾ ആ ട്രാക്കിൽ കൂടി അങ്ങോട്ട് പോയി. പെട്ടെന്ന് പെഡ്ലോക്കിൻ്റെ ലുക്ക് മാറിയോണ്ട് ശ്രദ്ധിച്ചില്ല. കറങ്ങിയൊന്നും വരണ്ടെന്ന് അറിയോ ഈ റൂട്ടാളെ കാണിക്കുന്നത്. എല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ വേങ്ങരയ്ക്ക് പോവാണ്. എല്ലാവരും എത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ പെഡ്ലോക്കിൽ നിന്ന് ഇറങ്ങി തൊണ്ടയാടിക്ക് പോവാണ്. 7 മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ എത്തണം. എല്ലാവരും ലൈനപ്പാണ്. അപ്പം നമ്മളവിടെ എത്തി. അതാ നജാദ് വരുന്ന ഇപ്പോഴേ ഓഫ് റോഡ് കളിക്കുകയാണ്. ഇനി നേരെ അപ്പുറത്താണ് പരിപാടി എടുക്കുന്നത്. അങ്ങോട്ട് നിൽക്കനി സീനിയർ സ്റ്റാഫ് പേര് കുഞ്ഞോള്, വീട് നടുവട്ടം, കോഴിക്കോട് തന്നെ. ശരിക്കും പേരാ? ഹൗസ് വൈഫ്. വേറെ വർക്കൊന്നും ചെയ്യുന്നില്ല. എന്നാണ് വർക്ക്. ശരിയാണ്. പാത്തോട്ടം വീട് കല്യാണം കഴിച്ചിട്ടില്ല. സൗത്ത് സൈഡ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ക്ലബ്ബ് ഉണ്ട്. ബീച്ചിലൊരു ചെറിയൊരു ചായപ്പൊടി എടുത്തിട്ടുണ്ട്. എല്ലാരും വിളിക്കാം. പൈസ ചാടിക്കാം. പേര് സൽമാൻ. ചെറുതായിട്ട് മോട്ടോബ്ലോഗിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഷാഡോ ട്രെയിൽസ് ഇൻസ്റ്റയിലും യൂട്യൂബിലും സെർച്ച് ചെയ്താൽ കിട്ടും. പിന്നെ വീട് താമരശ്ശേരിയാണ്. കോഴിക്കോടാണ് സ്ഥലം. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ് പ്രൊഫഷണൽ. ഈ റൈസ് വിത്ത് മൊട്ടൂൾ എന്ന് പറഞ്ഞ സംഗതിനെ കുറിച്ച് 2-3 കാര്യങ്ങൾ ചില പേർക്ക് അറിയാം. കോഴിക്കോട് വന്ന് പങ്കെടുത്ത ആൾക്കാർക്ക് അറിയാം. ഇതിന്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാണ്, ഒരു ബ്രദർഹുഡ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാണ്. ഞാൻ R&D ആയിരുന്നു, റിസർച്ചിലായിരുന്നു ബൈക്കിന്റെ. അത് കഴിഞ്ഞ് പിന്നെ റേസ് ജോയിൻ ചെയ്തു. പിന്നെ റേസ് ഓടിക്കാറുണ്ട്.
2-3 നാഷണലുണ്ട്. അതേപോലെ നമുക്ക് ലാസ്റ്റ് നടന്നൊരു മോട്ടോർ ഫുട്ബോൾ ഉണ്ട്, അറിയോ? ബൈക്ക് വെച്ചൊരു ഫുട്ബോൾ ഉണ്ടായിരുന്നു. അതിലും ഞാനൊരു മലയാളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ് ഇതേപോലെ ഡെവലപ്പ് ചെയ്യണം, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ നമ്മുടെ ട്രാക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതേപോലെ എൻഡ്യൂറോ റൈഡ്സ് ചെയ്യാറുണ്ട്. ഓഫ് റോഡ് അല്ലാത്ത എൻഡ്യൂറോ കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള റൈഡ് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ അക്കാദമിൻ്റെ പേര് ബ്രാപ്പ് സ്റ്റോപ്പ് എന്നാണ്, കണ്ടിട്ടുണ്ടാവും ചിലരെങ്കിലും. സോ ട്രെയിനിങ് സെക്ഷൻ ഇവിടെ മന്ത്ലി ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇവിടെ നമുക്കൊന്ന് ഓടിച്ച് നോക്കാം എല്ലാവർക്കും. അപ്പോൾ ചെറിയ വെള്ളമുണ്ട്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അത് ഇന്നലെ ഒരു മഴ ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും ആക്ഷൻ സബ്സ്ക്രിപ്ഷൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതിന്റെ സെന്റർ പോയിന്റ് കറക്റ്റ് നമ്മൾ കൊടുക്കണം. അതായത് നമ്മളെ വെയിറ്റ് വണ്ടിയുടെ വെയിറ്റ് കൊണ്ട് കറക്റ്റ് വർക്ക് ചെയ്യണം. അതിന്റെ നമ്മൾ ബോൾ ഓഫ് ദ ബീറ്റിൽ വെക്കണം. ഈ ബോൾ ഓഫ് ദ ബീറ്റ് വെച്ചാൽ സസ്പെൻഷൻ ഇരിക്കുള്ളൂ. നമ്മളെല്ലാവരും വിചാരിക്കും ത്രോട്ടിൽ കൊടുക്കുമ്പോൾ നേരെ ടയറാണ് പിന്നെ വന്നത്. ത്രോട്ടിൽ അല്ല, ആക്സിഡന്റ് കൊടുക്കുമ്പോൾ ഡയറക്റ്റ് ടയർ മാത്രം തിരിയുന്നില്ല. ത്രോട്ടിൽ കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് സസ്പെൻഷൻ ഇരുന്നിട്ടാണ്, ആ ഗ്രാവിറ്റിയിലാണ് ടയർ തിരിയുക. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മളത് കറക്റ്റ് ഇരുന്നിട്ടില്ലെങ്കിൽ ഒന്നായിട്ട് തിരിയും. അത് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അതിനനുസരിച്ച് തിരിയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് വെക്കുന്ന എപ്പോഴും ഈ ബോൾ ഓഫ് ഫീറ്റ്, അതായത് ഈ പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ കാല് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അതായത് നിങ്ങളുടെ സസ്പെൻഷൻ ഇരിക്കുള്ളൂ. നമുക്ക് 3 പോയിന്റ് കോൺടാക്ട് ആയിട്ട് വരുന്ന ഇവിടെയും ഇവിടെയും കയ്യും. ഈ 3 പോയിന്റ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ചെറിയ ഇടി വന്നാൽ തന്നെ നമ്മൾ തെറിച്ചു പോകും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ഇത് വിട്ട് കഴിഞ്ഞാൽ നമ്മളെ മുഖം നേരെ ഇങ്ങോട്ട് വന്നായിരിക്കും. അതായത് ചെറിയ എന്തെങ്കിലും ജമ്പ് എടുക്കുമ്പോൾ എല്ലാവരും പേടിച്ചിട്ട് കാൽ ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്യുന്ന അറ്റ ടൈമിൽ നമ്മളെ മുഖം നേരെ ഇങ്ങോട്ട് വരും. അതായത് ഇവിടുത്തെ ബാലൻസ് പോയിട്ടുണ്ടാവും. ഇത് ക്ലോസ് ആയി കഴിഞ്ഞാൽ ബാക്കിലേക്ക് വരും. ആവശ്യമുള്ളപ്പോൾ മാത്രം ഈ ഗിയർ തട്ടാൻ ആവശ്യമുള്ളൂ. അതായത് ഈ പോയിന്റിൽ വെച്ച് കഴിഞ്ഞാൽ ഇത്രേ നിൽക്കുള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നെ സസ്പെൻഷനായി. ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാനില്ല. ഈ വരുന്ന അടി നമ്മുടെ ബോഡിയിലേക്ക് വരും. അപ്പോൾ നമുക്ക് ഓരോ പെയിന് തുടങ്ങും. അതായത് ബാക്ക് പെയിന് തുടങ്ങും, നെക്കിന് പെയിന് വരും. അപ്പോൾ ഈ പോയിന്റ് കറക്റ്റാക്കി ആദ്യം വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ ഓട്ടോമാറ്റിക്കലി ഹഗ്ഗിങ് പോയിന്റ് ആയി. എല്ലാ ടാങ്കും ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത് ഹഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പോയിന്റ് കിട്ടും. ഈ പോയിന്റിൽ കറക്റ്റ് കാല് ലോക്കായിട്ട് അവിടെ ഇരിക്കും. അത് ഇരുന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ പോസ്റ്റർ കറക്റ്റായി. എപ്പോഴും ഇതൊരു സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കിട്ടില്ല, അത് അങ്ങോട്ട് പോകും. കറക്റ്റ് ഇരുന്നാൽ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് റിലാക്സ് ചെയ്ത് ഹൈവേയിൽ ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കാം. അല്ലാത്ത നിങ്ങൾ അത്യാവശ്യം നല്ലപോലെ ഓടിക്കുകയാണോ, ചെറിയൊരു ടെറൈൻ മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യേണ്ടത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. അതേപോലെ എല്ലാവരും ചിലർ നല്ലോണം വളഞ്ഞിരിക്കും, അല്ലെങ്കിൽ ഓവറായിട്ടിരിക്കും. അതായത് കറക്റ്റ് നട്ടലാക്കാനേ ഉള്ളൂ. ആ നട്ടലാക്കുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ഇവിടുത്തെ പോസ്റ്റർ ഇങ്ങോട്ട് വരും. ഇത് ഉള്ളിലേക്ക് ചിക്കൻ വിങ്സ് പോലെ ആക്കിയിട്ടില്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഇൻ കേസ് ആരെങ്കിലും ഒരു ഒബ്സ്റ്റക്കിൾ ഇടിച്ചു എന്ന് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ മൊത്തമായിട്ട് ഇളകും. അതായത് ഈ സാധനം 1, 2, 3 ഈ 3 പോസ്റ്ററിന് പിടി വരും. അത് ലൈറ്റ്ലി ബെൻഡ് ചെയ്യും. ഓവർ ഈ ബെൻഡ് ചെയ്യുമ്പോൾ ഈ ഇടി ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഉള്ളിലേക്ക് വരുന്ന, അതായത് ഈ ബോൾ പോയിന്റും ഇതിലും വരുന്ന അടി നമുക്ക് ഒഴിവാക്കാം. കറക്റ്റായി പിടിച്ചു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ ഫിംഗേഴ്സ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൈ പിടിക്കാം, നേരെ കൊണ്ടുപോകാം, ക്ലോസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇത് ഓടിക്കുമ്പോൾ ഒന്നുകൂടെ ബെറ്റർ ആക്കി പറഞ്ഞുതരാം. അത് ഓരോരുത്തർ കറക്റ്റ് ചെയ്ത് തരാം. പിന്നെ ഒന്ന് ഷാർട്ട് ചെയ്യും. 2 കാലം ഇരിക്കുന്നു. ഇപ്പം ഞാൻ പറയും, ഇപ്പം മാത്രം നോക്കി, ഇപ്പം മാത്രം കയ്യൊന്ന് ഹെഡ് നിട്ട് ഇങ്ങോട്ടൊക്കെ ഇപ്പം നോക്കി സ്ലോട്ട് എടുക്കുമ്പോൾ എങ്ങനെ നീ ഇരിക്കണ്ട. ഇപ്പം മാത്രം സ്പോട്ട് എടുക്കുമ്പോൾ എങ്ങനെ അതേപോലെ ജസ്റ്റ് ഫ്രണ്ടിലേക്ക് തന്നെ ഒന്ന് വരുന്നത്. ഈ പോസ്റ്ററിൽ കാല് മാത്രം നടക്കുള്ളൂ. സസ്പെൻഷൻ പോലെ ഫ്രണ്ട് ബാക്ക് സൈഡ് മാത്രം ഇവിടെ മാത്രം നേരെ ഇരിക്കുന്ന ഇങ്ങനെ മാറ്റുന്നു. എല്ലാവരും ഈ സ്റ്റാൻഡ് പോസ്റ്ററിൽ ഇരിക്കുന്ന ഒരു വടി പോലെ ഇരിക്കുക. ആ വടി പോലെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അടിയുടെ അളവ് നമുക്ക് തന്നെ എടുക്കേണ്ടി വരും. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു പോസ്റ്ററിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ കൗണ്ടർ സ്റ്റിയറിംഗിന്റെ വണ്ടി നമ്മൾ അതിൻ്റെ ഇടയിലാണ്. അല്ലാതെ നമ്മൾ ഇങ്ങനെ വെച്ചാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും പിടിച്ചാൽ ഇവിടെ കിട്ടും. നമുക്ക് ബാലൻസ് ചെയ്യാം. എങ്ങനെ പോയാലും നമുക്ക് സെക്കൻഡ് ചാൻസ് അതിലുണ്ട്. നമുക്ക് അല്ലാത്ത പോസ്റ്ററിൽ ഇരുന്ന് ഇങ്ങോട്ട് പോയാൽ മുന്നിലോട്ട് പോകും, നേരെ ബാക്കിലേക്കാണ് ബാക്കിലേക്ക് പോകും. ഇത് കറക്റ്റായിട്ട് ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എങ്ങോട്ടും പോകില്ല. ഇവിടെ നിങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ ഒരാൾ പുഷ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ തന്നെ നിൽക്കും. ബേസിക്കായിട്ട് ഇത്രയാണ്. നമുക്ക് ഓടിക്കുമ്പോൾ ഞാൻ ഓരോന്നും കൂടെ സെറ്റ് ചെയ്ത് തരാം. സ്റ്റാർട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോൾ വണ്ടിയൊക്കെ ട്രാക്കിലേക്ക് ഇറക്കിക്കിന്. ട്രാക്ക് മനസ്സിലാക്കാൻ വേണ്ടി 2 റൗണ്ട്
ട്രെയിലടിക്കുകയാണ്. ഫസ്റ്റ് കുറച്ച് വണ്ടി ഇറങ്ങി ട്രെയിലടിച്ച് ഒന്ന് ലെവലാക്കിയിട്ട് അടുത്ത സെക്ഷൻ അങ്ങനെയാണ് ഇറക്കുന്നത്. ഫസ്റ്റ് ഇറങ്ങിയ ടീമിൻ്റെ സെക്ഷനൊക്കെ കഴിഞ്ഞ് അവരൊക്കെ മെല്ലനെ കയറാൻ തുടങ്ങി. ഇനി അടുത്ത സെക്ഷനിലാണ് ഞങ്ങളൊക്കെ ഇറങ്ങാൻ പോകുന്നത്. ഗായ്സ് ഇത് കണ്ടിട്ട് ഞങ്ങൾ മൂടായി വണ്ടി ഇറക്കാൻ പോവാണ്. എന്താണെന്ന് അറിയൂല. ഇവനാണെങ്കിൽ നല്ല സപ്പോർട്ട്. 2 ഡൊമിനാർ ഞങ്ങൾ ഇറക്കാൻ പോവാ. ഈ H1 ടയർ ഇട്ടിട്ട് ഓഫ് റോഡ് ഇറക്കും. H1 ഓഫ് റോഡ് ഇറക്കാൻ പോണേ. H1 വീട് തന്നെ പൊക്കണം. ഇറക്കല്ലേ? ഓക്കെ. അതെ ഓഫ് റോഡ് ടൈൽസിന് വന്നത് R1 ഉണ്ട്. നീ ഇറക്കീനോ? എന്തേ ഇറക്കണ്ടേ? പ്രശ്നം അറിയോ? ഡോമിനർ വിത്ത് അപ്പോളോ H1. അത് ശരിയാണ്. ചെങ്ങാന്റെ ടയർ കറങ്ങി എന്നാലും കളിച്ചിട്ടോ. പറയാ എങ്ങനെയുണ്ട് സംഭവം? എൻ്റെ കയ്യില് ഡോമിനർ ആയിപ്പോയി. ഒരു എക്സ്പൾസ് ആണെന്നുണ്ടെങ്കിൽ അക്രമം ഞാൻ കാണിക്കായിരുന്നു. ബട്ട് വിത്ത് ഡോമിനർ വിത്ത് അപ്പോളോ H1 അതായിപ്പോയി കുറച്ച് ടാസ്ക് പിടിച്ച്. അല്ലെങ്കിൽ നമുക്കൊന്ന് കാണാമായിരുന്നു. പക്ഷേ ട്രാക്ക് എക്സ്പീരിയൻസ് ഇതൊരു ലെവൽ എന്താ പറയുക, ഒരു ബിഗിനേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ട്രാക്കാണ്. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വന്നിട്ട് ട്രാക്ക് പരിചയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓക്കെ ആണ് കേട്ടോ. അപ്പം ബൈ. അടിപൊളിയാണ്. ഇറക്കി ഇതിന്റെ അടി തട്ടുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ കയറ്റി. ഒന്നുകൂടി വെയിറ്റ് ഇല്ലാത്ത വണ്ടിയാണ് കുറച്ചുകൂടി കാരണം അടി തട്ടിക്കഴിഞ്ഞാല് വലിയ വിഷയമാണ്. അത് കുറച്ചും കൂടി ഫെയർ വെയിറ്റ് ആണെങ്കിൽ കുറച്ചും കൂടി അതാണ് എല്ലാരും ഇങ്ങോട്ട് ചോദിച്ചത്. GT ഇറക്കലുണ്ടോ ചോദിച്ചില്ല. അപ്പൊ GT ഇറക്കിയൊക്കെ ഒരു പോരി ഈസിയല്ല. എത്രത്തോളം വെയിറ്റ് കുറവിട്ടോ അത്രത്തോളം അല്ല ഈ ഒരു റൈഡിന് കംഫോർട്ടായ ബൈക്ക് തന്നെ വേണം എന്നുള്ളത് ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്. നോർമൽ ബൈക്ക് ഓടിച്ചപ്പോഴാണ് നമ്മൾ കാണുന്ന പോലെ അല്ലല്ലോ ഈ ഒരു സംഭവം. ഇങ്ങനെ ട്രാക്ക് കാണുമ്പോഴേ ശരിയാണ്. റോയൽ എൻഫീൽഡിന് പറ്റിയ ഒരു ബൈക്ക് അല്ല ഇത്. ഏരിയ അല്ല റോയൽ എൻഫീൽഡ് യാതൊരു ഹിമാലയൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച ഹിമാലയൻ എന്ന് പറഞ്ഞാൽ ഓഫ് റോഡിനെ പറ്റുള്ളൂ. ഇതൊരു ഓഫ് റോഡ് ഇതൊരു അഡ്വഞ്ചർ ആണ്. ജമ്പിങ് ആണ് ഇമ്പൾസ്, പിന്നെ കവാസാക്കിന്റെ ആ ബൈക്ക്, പിന്നെ അതേപോലെ ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസും കൺട്രോൾ ഇവിടെ കിട്ടുള്ളൂ. ഇത് കിട്ടുള്ളൂ. മറ്റേത് ജമ്പായി കഴിഞ്ഞ് ലാൻഡ് ചെയ്യുന്ന ടൈമിൽ ഈ വണ്ടി ഇരുന്നു. അതാണ് നമുക്ക് സസ്പെൻഷൻ ട്രാവൽ കുറവായോണ്ട്. അത് മാത്രമല്ല, നമ്മള് ജമ്പ് ചെയ്യുമ്പോൾ നമ്മള് ഫസ്റ്റ് ശ്രദ്ധിക്കുക നമ്മള് വണ്ടി എങ്ങനെ ലാൻഡ് ചെയ്യുന്നത്. നമുക്കറിയാം ലാൻഡ് ചെയ്താലും സ്ട്രൈറ്റ് ആയിട്ട് കൺട്രോൾ കിട്ടും. ഇത് കൺട്രോൾ കിട്ടോ വീഴോ ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ഞാന് ഇതിങ്ങനെ ഈ കോർണർ ഇങ്ങനെ എടുത്ത് വന്നിട്ട് അവിടെ ജമ്പ് ചെയ്യാൻ വരുന്നവരെ ഞാൻ നല്ല മൂഡിലായി. പിന്നെ ഡോമിനാറാണ് അല്ല ഡോർമിനോറൊക്കെ ഈ ട്രാക്കിലേക്ക് പറ്റൂല. ഓഫ് റോഡ് ചെയ്യാന്നുള്ളൂ. ഓഫ് റോഡ് കയറി പോയിട്ടുണ്ട്, പക്ഷേ ജമ്പിങ് എക്സ്പീരിയൻസ് എന്ത് പറയുന്നു? ഓഫ് റോഡ് ആയിട്ട് അടിപൊളിയായിരുന്നു.
ട്രൈ ചെയ്തോ? കുഴപ്പമില്ല, അടിപൊളിയായി ചെയ്തില്ല. വണ്ടി ഇറക്കാൻ പോവാണോ? ഇറക്കാൻ പോവാ. ചെയ്യുന്ന ആളല്ലേ? ഇപ്പൊ എത്തിയിട്ടേ ഉള്ളൂ. പിന്നെ ഇറക്കട്ടെ. സേഫ് നീ പറഞ്ഞു. അവൻ പറഞ്ഞ കിട്ടി. എന്താ എന്റെ അഭിപ്രായം? അടിപൊളി, സൂപ്പർ. നല്ല ജെല്ലിങ് ആണ്. പഠിച്ചിരുന്നുള്ളൂ ഞാൻ. അങ്ങനാണ്. ഞാനും മിക്കവാറും വരും. ഞാനൊരു കുറച്ച് പണിയുണ്ട്. സൈലൻസർ മാറ്റണം. കുറച്ച് പരിപാടി. ഓക്കെ ഓക്കെ. അടുത്ത സെക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ ഡൊമിനാർ കൊണ്ടുതന്നെ ഇറങ്ങിയതിന്. ഗൈസ് ഡൊമി മാറ്റിയിട്ടാ നമ്മള്. ഇനി ഡോമിലെ കളിയല്ലേ, ഇനി ഇതുമല്ല എക്സ്പെൻസിബിളാണ്. ഹലോ ഗൈസ്, സൽമാനാണ്. ഫസ്റ്റത്തെ 2 റൗണ്ട് കളിച്ചാലും പിന്നെ അങ്ങോട്ട് പുഷ് ചെയ്യേണ്ട ആവശ്യമാണ്. GS പോരായിട്ടാണോ ഇതൊന്നും കയറിയത്? അതിനോണ്ടൊന്നല്ല, ഇതിപ്പോ ഇനി വേറെ വണ്ടി ഒന്നും കൂടി മേടിക്കാനാ, ട്രാക്കിലേക്ക് ഓടിക്കാൻ വേണ്ടി മാത്രം. ശരിതാ ഫ്രണ്ടിന്റെ വണ്ടി ഓരോരുത്തരെ അതിന് പറ്റിയ വണ്ടി നോക്കി. ഹലോ ഗൈസ്, എന്നപ്പോൾ ഓഫ് റോഡ് പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിച്ച് അത്യാവശ്യം കളറാക്കിയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്ത് പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ച് പിന്നെ ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നിന്നപ്പോൾ നമുക്ക് ഈ ട്രാക്കിൻ്റെ ആളുണ്ട്. മൂപ്പര വണ്ടിയാണത്. മൂപ്പര വണ്ടിയല്ല, വണ്ടിയിലൊരു സാധനമുണ്ട്. ഇത് നോക്കി, ഇത് മൊത്തത്തിൽ കസ്റ്റം ചെയ്ത നമ്മുടെ വണ്ടിയാണ്. എൻഡ്യൂറോ, കവാസാക്കിൻ്റെ എൻഡ്യൂറോ ആണ്. സ്പെക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല. ബട്ട് ഇത് കവാസാക്കിൻ്റെ വണ്ടിയാണ്. നല്ല ഓഫ് റോഡ് ടയേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ്, റൈസിൻ്റെ ടയേഴ്സാണ്. ഇത് എത്ര CC എനിക്ക് വല്ല ഐഡിയ ഉണ്ടോ? 230. ഇത് 230 അല്ല, 250 ആണ്. കവാസാക്കിൻ്റെ KX എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്, അതാണ്. മീൻസ് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ വരുന്ന മോഡലാണ്. ബ്രേക്കിൽ മാറ്റം വരുന്നുണ്ട്. എൻ്റെ ഒരു അറിവിലാണെങ്കിൽ ബ്രേക്കിൽ മാറ്റം വരുന്നത് തിക്നെസ് അല്ലേ, ഡിസ്ക്, വീല് ഒക്കെ എല്ലാം മാക്സിമം ഇത് ചെയ്യും. കൂളൻ്റ് കാര്യങ്ങളെല്ലാം സെറ്റാണ് സാധനം. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ വണ്ടിനെ പറ്റി. നമുക്ക് ചെറിയൊരു ട്രയൽ ഉണ്ട്. പിന്നെ ഞാനും സൽമാനും എല്ലാം പറ്റാത്ത ബൈക്ക് ക്ലൂബ് റോളോൻ്റെ ആയിരിക്കും. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തന്നെ തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ ലൈനപ്പ് ആക്കാണ്. സർട്ടിഫിക്കറ്റ് കിട്ടി. എന്തായാലും വന്നല്ലേ, കേക്സിൻ്റെ സൗണ്ടൊന്നും കേട്ടോ. ഹലോ ഗായ്സ്, ഞാനേ ഒരു പണി ചെയ്തീനു. വണ്ടി ഒന്ന് ഓഫ് റോഡിൽ ഇറക്കിനും, ബട്ട് ഇവിടെ പൊട്ടി, ഫുള്ള് പൊട്ടി. ഇത് പൊട്ടിങ്ങനെ മാറ്റണം. ഇതാണോ പീസ് മൊത്തം മാറ്റണം. പണി കിട്ടിയിട്ടുണ്ട്. കുഴപ്പമായി, അതാ പ്രശ്നം പറ്റി. ഇതിനേ പ്രശ്നമുള്ളൂ. ഇത് തന്നെ ഇട്ടോ, ഇതിന് പ്രശ്നം കുടുങ്ങിയില്ല. ഇത് മെറ്റൽ പീസാണ് വരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒഴിഞ്ഞു പോയി, എൻ്റെത് പണിയായി, ലോക്കായി. ഒറ്റ സ്ട്രെച്ചിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഒരു വെള്ളം കൊടുത്ത് ഒറ്റ സ്ട്രെച്ചിൽ അടിച്ച് ഇഞ്ചിങ് പോകാൻ അതിൻ്റെ അടുത്തൊന്ന് കയറേണ്ട കാര്യമുണ്ട്. അപ്പൊ അങ്ങോട്ട് പോകുന്ന പോക്കാ
ദാഹിച്ചിട്ട് വെള്ളം കുടിക്കാണ്. ഒരുത്തൻ എന്താ ഫോണിൽ സംസാരിക്കാൻ ഒരുത്തന് ഫുള്ള് ഡൗൺ ആയിക്കണ്. തീരെ വയ്യ, നല്ല വെയിലും ചൂടും തന്നെയാണ്. സംസാരിക്കാം. ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് അതില് ഒരു മാരേജ് ഫംഗ്ഷനിലാണ്. അവിടെ നിന്ന് പോകണം. എന്നിട്ട് അവിടുന്ന് പറയാനാവുന്നില്ല. അടിച്ചാതി ലോക്ക വെള്ളമൊക്കെ വെള്ളമൊക്കെ കുടിച്ചിട്ട് പക്ഷെ ആവുന്നില്ല. എന്താ പറയണ്ടേന്ന് അറിയില്ല, പറയാനാവുന്നുമില്ല. എന്തായാലും ഞാന് അതിൽ നോക്കി വേഗം വീട്ടിൽ എത്തട്ടെ. അതിലും കണ്ടിനി നേരെ വീട്ടിലേക്കാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ അയക്കാം. ബൈ, പിന്നെ കാണാം.